ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. ആദ്യം പ്രധാന വാർത്ത. നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് നിർമ്മാണ തൊഴിലാളിക്ക് പരിക്ക്. തകർന്നത് കുമരംകുടി വലിയ പച്ചപ്പാലം. ദേശീയപാതക്കരികിൽ ഭീഷണിയായി തണൽ മരങ്ങൾ. പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ പിറവന്തൂർ, വാഴത്തോപ്പ്, കടക്കാവൺ പ്രദേശങ്ങളിൽ ഏത് നിമിഷവും നിലം പതിക്കും വിധം മരങ്ങൾ ഭീഷണിയാകുന്നു. വാർത്തകൾ വിശദമായി. നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് തൊഴിലാളിക്ക് പരിക്കേറ്റു. കുമരംകുടി വലിയ പച്ചപ്പാലമാണ് നിർമ്മാണത്തിനിടെ തകർന്നത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ പുനർനിർമ്മാണം പുരോഗമിച്ചത്. കാലപ്പഴക്കം വന്ന പാലം അപകടാവസ്ഥയിലായതോടെയാണ് പഞ്ചായത്ത് പുതിയ പാലത്തിന് ഫണ്ട് അനുവദിച്ചത്. പുന്നല സ്വദേശിയായ ഷാജഹാനാണ് പാലത്തിന്റെ കരാർ നൽകിയിരുന്നത്. കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തിന്റെ തട്ടിളക്കൽ പ്രവർത്തികൾ പുരോഗമിക്കവെയാണ് വ്യാഴാഴ്ച 10:30 കോൺക്രീറ്റ് ഇളകി വീണത്. വീഴ്ചയിൽ നിർമ്മാണ തൊഴിലാളിയായ കൊല്ലം സ്വദേശിക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കുകളേറ്റ ഇയാളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. പാലത്തിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തകർച്ചയ്ക്ക് കാരണം. ഇക്കാര്യം തുടക്കത്തിൽ മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിയെങ്കിലും കരാറുകാരൻ ഇതൊക്കെ അവഗണിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു പാലത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. അക്കരയ്ക്കര പോകുന്നെന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ പഴയ കാലങ്ങളിലെ പോലെ ഒരു രോഗി ഉണ്ടായാൽ കെട്ടിയെടുത്ത് ചുമന്നുകൊണ്ട് വേണം ഈ റോഡിലെത്തിക്കാനെ കൊണ്ട്. അങ്ങനെ പഞ്ചായത്തിനെ ഞങ്ങൾ സമീപിച്ച് പറഞ്ഞതനുസരിച്ച് പഞ്ചായത്തിൽ നിന്ന് ഒരു പാലത്തിന് ഓർഡറായി. നടപ്പാലമായിരുന്നു, നടപ്പാലം പൊളിഞ്ഞു വീണ് അതൊരു പരിവായിരിക്കുകയാണ്. അത് യാത്ര ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് ഇപ്പോൾ പുതിയൊരു പാലത്തിന് ഓർഡറായി. ആ പാലം പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 20 ദിവസമാകുന്നു. 20 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പില്ലർ കോൺക്രീറ്റ് ചെയ്തത്. കോൺക്രീറ്റ് ചെയ്ത് കയറിയിട്ട് ഇന്നത് പൊളിക്കുമായിരുന്നു. അതിൻ്റെ തട്ട് പൊളിക്കുമായിരുന്നു. തട്ട് പൊളിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇടിഞ്ഞു വീണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പിള്ള എന്നറിയപ്പെടുന്ന കൊല്ലക്കാരനാണ്. കൊല്ലത്താണ് ഇപ്പോൾ കക്ഷി താമസിക്കുന്നത്. ആ കക്ഷിയുടെ നില ഗുരുതരമാണ്. പക്ഷേ ഈ പാലം ഇതിലാണ് സ്ഥിതി. ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ അടിത്തറ നല്ലപോലെ താണിട്ടില്ല. അടിത്തറ നല്ലപോലെ താഴുകയും വേണം. നല്ല രീതിയിൽ അത് സിമെന്റ് ചേർത്ത് അത് പണിഞ്ഞ് കിട്ടുകയും വേണം. ഞാൻ ഈ എഞ്ചിനീയറും കോൺട്രാക്ടറും ഇവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ട് സംസാരിക്കുകയും ഈ വാനം കെട്ടുന്നത് പാറക്കല്ലിട്ട് കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അവർ കാട്ടുകല്ല് ഉപയോഗിച്ച് കെട്ടി. ഞാനും എഞ്ചിനീയറും
പിന്നെ കോൺട്രാക്ടറും തമ്മിൽ സംസാരം ഉണ്ടാവുകയും ആ പാറക്കല്ല് കാട്ടുകല്ല് മാറ്റി പാറക്കല്ലിട്ട് കെട്ടിച്ചതാണ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നതാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ജനങ്ങൾക്ക് തരണം, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതൊന്നും അവർ ചെവിക്കൊള്ളാൻ. ഇതിൻ്റെ കമ്മിറ്റി ആരാന്നോ ഒരു കമ്മിറ്റി എടുക്കണമെന്ന് പറഞ്ഞു, കമ്മിറ്റി എടുത്തില്ല. ഇവർ കോൺട്രാക്ടറും എല്ലാവരും കൂടെ അവർക്ക് തോന്നുന്ന പടി ചെയ്ത് ഇത് പൊളിഞ്ഞു വീണു. മണലെക്കൽ കയറിയ മണൽ കഴുകാതൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ്. പിന്നെ കമ്പി പേരിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് ഈ കമ്പി ഇത്ര തന്നെ വേണ്ട എന്നാ പറയുന്നത്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അത് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അപകട സ്ഥലത്ത് സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ അഗസ്ത്യക്കോട് ഗവൺമെന്റ് ന്യൂ LP സ്കൂളിലെ റിപ്പബ്ലിക് ദിന റാലി കൗതുകമുണർത്തി. പിഞ്ചു കുഞ്ഞുങ്ങൾ അണിനിരന്ന റാലി നാട്ടുകാരിലും ആവേശമായി. ശൈവ വൈഷ്ണവ സംഘം ഗ്രന്ഥശാല, അംഗൻവാടി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് റിപ്പബ്ലിക് ദിന ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കുട്ടികളുടെ എണ്ണം വളരെ കുറവുള്ള സ്കൂളുകളുടെ പട്ടികയിൽ പെട്ടുപോയ സ്കൂളായിരുന്നു അഗസ്ത്യക്കോട് ന്യൂ LP സ്കൂൾ. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഈ സ്കൂളിനുണ്ടായ ഉണർവ് വളരെ വലുതാണ്. 27 കുട്ടികളിൽ നിന്നും 69 കുട്ടികളിലേക്ക് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. എല്ലാ കലാ കായിക മത്സരങ്ങളിലും കുട്ടികൾ പങ്കെടുക്കാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും തുടങ്ങി. വരും വർഷങ്ങളിൽ കുട്ടികളുടെ എണ്ണം 100 കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ അധ്യാപകരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായാണ് ഈ സ്ഥിതിയിലേക്ക് സ്കൂൾ എത്തിച്ചേർന്നത്. സ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ അണിനിരന്ന റിപ്പബ്ലിക് ദിന ഘോഷയാത്ര ജനങ്ങൾക്ക് കൗതുകമായി. സ്കൂളിൽ നിന്നും അഗസ്ത്യക്കോട് അമ്പലമുക്ക് വരെ ആയിരുന്നു ഘോഷയാത്ര. യാത്രയ്ക്കിടയ്ക്ക് ഭക്ഷണവും ദാഹജലവും വിതരണം ചെയ്ത് ശൈവ വൈഷ്ണവ സംഘം കുട്ടികളുടെ ക്ഷീണമകറ്റി. വരും വർഷങ്ങളിൽ കൂടുതൽ പ്രൗഢഗംഭീരമായ ഘോഷയാത്രയും ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. വാർഡ് മെമ്പർ നന്ദകുമാർ, ശൈവ വൈഷ്ണവ സംഘം പ്രതിനിധികൾ, സ്കൂൾ അധികാരികൾ, മറ്റു ദേശസ്നേഹികൾ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനായി നൽകി വന്ന പരിശീലന ക്ലാസുകൾ സമാപിച്ചു. പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. ബസിലും മറ്റും വിദ്യാർത്ഥിനികൾക്കും മറ്റു വനിതകൾക്കും നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളെ ചെറുക്കുന്നതിനും പ്രതികരണശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. 4 ദിവസം നീണ്ടുനിന്ന പരിശീലനം വിദ്യാർത്ഥിനികൾക്ക് ആത്മവിശ്വാസവും പ്രതികരണശേഷിയും വർദ്ധിപ്പിച്ചതായി വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഈ 4 ദിവസത്തെ ക്ലാസ് ഒരുപാട് പ്രയോജനമായിരുന്നു. സ്ത്രീ എങ്ങനെ സമൂഹത്തിൽ പ്രതികരിക്കണം എന്നൊരു ഉത്തമ മാതൃകയായി ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങൾ ഈ കൊച്ചുപ്രായത്തിൽ തന്നെ എങ്ങനെ പ്രതികരണശേഷി ഉണ്ടാക്കണം എന്നൊരു നല്ല ട്രെയിനിങ് ആയിരുന്നു ഞങ്ങൾക്ക്. വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ലതായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങളിൽ ക്ഷമയുടെ നെല്ലിപ്പന കണ്ടുമ്പോൾ മാത്രമേ പ്രതികരിക്കാവൂ എന്നവർ പഠിപ്പിച്ചു തന്നു. തീർച്ചയായും ഞങ്ങളത് അനുസരിക്കും. പ്രതികരിക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. പരിശീലനത്തിന് അഞ്ചൽ CI മനോജ് കുമാർ, SI സതീഷ് കുമാർ, ജനമൈത്രി പോലീസ് ഓഫീസർ വേണുഗോപാൽ, ട്രെയിനികളായ നൂർജഹാൻ, ഉഷാകുമാരി, ശാന്തി, ഷൈനി, രാജു കുറ്റിക്കാട് എന്നിവർ നേതൃത്വം നൽകി. പരിശീലനം നേടിയ വിദ്യാർത്ഥിനികൾ ഇനി സ്കൂളിലെ മറ്റു വിദ്യാർത്ഥിനികൾക്ക് പരിശീലനം നൽകും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കർഷകർക്കിടയിൽ വ്യത്യസ്തനായി അച്ഛൻ വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ ചിത്രരചനാ ലോകത്ത് വ്യത്യസ്തനാവുകയാണ് മകൻ. ആര്യങ്കാവ് പഞ്ചായത്തിൽ കോട്ടവാസലിന് സമീപം മറ്റത്തിൽ ജോഷിയും മകൻ ആന്റോ ജോഷി കുര്യനുമാണ് വാർത്തകളിലും വ്യത്യസ്തരാകുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു മൂട് കപ്പയിൽ നിന്നും 90 കിലോ വിളവെടുക്കുകയും അത് കിലോയ്ക്ക് 5 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്ത് വാർത്തകളിൽ ഇടം നേടിയ ജോഷി തമിഴ്നാടിന്റെ തനതു കൃഷിയായ നിലക്കടല കൃഷി കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിൽ മെറ്റൽ എൻഗ്രേവിംഗ് മത്സരത്തിൽ 2ാം സ്ഥാനം നേടി ജോഷിയുടെ മകൻ ആന്റോയും വാർത്തയിൽ ഇടം നേടുകയാണ്. കോട്ടയം മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആന്റോ. ചിത്രരചനയുടെ രീതിയെങ്കിലും പേപ്പറിനും ചായത്തിനും പകരം അലൂമിനിയം പ്ലേറ്റും കൊത്തുളിയും കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അലൂമിനിയം പ്ലേറ്റിൽ കറുത്ത ചായം പൂശി വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം കാർബൺ പേപ്പറിൽ പകർത്തി ഉളി കൊണ്ട് കൊത്തി ചിത്രം വരയ്ക്കുകയാണ് ഇതിന്റെ രീതി. എത്ര വർഷം കഴിഞ്ഞാലും എണ്ണ തേച്ച് മിനുക്കിയെടുത്താൽ ചിത്രം പുതിയതുപോലെയാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇവിടുന്ന് ജില്ലാ തലത്തിൽ പോയി സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കോട്ടയത്ത് പോയി ജില്ലാ തലത്തിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ ഏറ്റുമാനൂർ വരെ പോയി അവിടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊത്തുള്ളി എന്ന് പറഞ്ഞൊരു ചെറിയ ഉള്ളിയുണ്ട്. ആ ഉള്ളി വെച്ച് കൊത്തും. പിന്നെ അലുമിനിയം ഷീറ്റ് 40x60 എന്ന് പറയുന്ന ഷീറ്റ് മേടിച്ച് ബ്ലാക്ക് ബോർഡ് പിന്നടിച്ച് കാർബൺ പേപ്പർ മേടിച്ച് അതിൻ്റെ മണ്ട ഒട്ടിക്കണം.
അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോ അതിൻ്റെ മണ്ട വെച്ച് വരയ്ക്കും. അപ്പോൾ അതിൻ്റെ അച്ഛതിൻ്റെ അകത്ത് അത് വെച്ച് കൊത്തിയാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ചിത്രം പണിയിൽ അധികം സമയം ചെലവിടാൻ ആന്റോയ്ക്ക് കഴിയാറില്ല. ആന്റോയുടെ അനുജൻ സാന്റോയും ചേട്ടന്റെ ചിത്രപ്പണികൾ കണ്ടു പഠിച്ചു വളരുകയാണ്. അമ്മ ഒപ്പമില്ലാതെ കുട്ടികളെ അവരുടെ കഴിവുകൾക്കനുസരിച്ച് അച്ഛൻ ജോഷി കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പരിമിതികളെ അതിജീവിച്ച് വിജയം കൈവരിക്കുന്നവർക്ക് മാതൃകയാവുകയാണ് ഈ കൊച്ചു കുടുംബം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭദ്രോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ. കെട്ടുകാഴ്ചകളും വൈദ്യുത ദീപാലങ്കാരവും സാംസ്കാരിക ഘോഷയാത്രയും ക്ഷേത്രകലാസന്ധ്യയും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ ഉത്സവ ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനവും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം കൊടുമുട്ടിലമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അപകട ഭീഷണി ഉയർത്തി റോഡരികിലെ തണൽ മരങ്ങൾ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ കടക്കാമൺ, പിറവന്തൂർ, പത്തനാപുരം പ്രദേശങ്ങളിലാണ് ഏത് നിമിഷവും നിലംപതിക്കും വിധം മരങ്ങൾ ഭീഷണിയാകുന്നത്. എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ കാണാനാകാത്ത വിധമാണ് കൂറ്റൻ മരങ്ങൾ റോഡരികിൽ നിൽക്കുന്നത്. വർഷങ്ങൾ പഴക്കം ചെന്ന മരങ്ങളിൽ പലതും ഉണങ്ങിക്കരിഞ്ഞവയാണ്. ചെറിയ കാറ്റിൽ പോലും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണിവ. ഇത്തരത്തിലുള്ള മരങ്ങൾ മഴക്കാലത്ത് ഒടിഞ്ഞുവീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെടുന്നതും പതിവാണ്. വാഹനങ്ങളുടെ മുകളിൽ മരം വീണ് നിരവധി അപകടങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു. വനം വകുപ്പും PWDയും നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞാണ് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാത്തത്. വാഹനയാത്രികർക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ മാത്രമാണ് അധികൃതർ പോംവഴി അന്വേഷിക്കാറുള്ളത്. ഉണങ്ങിയ മരങ്ങൾ മുറിച്ചു നീക്കി വൻ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശബരിമല തീർത്ഥാടന കാലത്തും മറ്റും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. റോഡിന്റെ വീതി കൂട്ടുമെന്ന വർഷങ്ങളായുള്ള പൊതുമരാമത്തിന്റെ വാഗ്ദാനവും കടലാസിൽ തന്നെ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നരിക്കൽ നിരപ്പിൽ കോട്ടവട്ടം റോഡിൽ പീടികമുക്കിന് സമീപം ഇറച്ചിക്കോഴിയുടെ അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ. പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ ആളൊഴിഞ്ഞ റോഡിൽ വേസ്റ്റ് കളഞ്ഞതിനു ശേഷം കടന്നു കളഞ്ഞത്. വാഹന യാത്രികർക്ക് പോലും ഇതുവഴി കടന്നു പോകാനാകാത്ത വിധം ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ്. റോഡിൽ ഉപേക്ഷിച്ച മാംസാവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ നിലയിലാണ്. തെരുവ് നായ്ക്കളും മറ്റും തുറന്നു ഭക്ഷിച്ച് റോഡിലാകെ നിലനിരിക്കുകയാണ്. പുനലൂരിലേക്കും മറ്റു സമീപ പ്രദേശങ്ങളിലേക്കും പ്രദേശവാസികൾക്ക് പോകാനുള്ള ഏക ആശ്രയമാണ് ഈ റോഡ്. സ്കൂൾ കുട്ടികൾ അടക്കം നടന്നു പോകുന്ന റോഡിലാണ് ഇത്തരത്തിൽ വേസ്റ്റ് നിക്ഷേപിച്ചിരിക്കുന്നത്. യാത്രക്കാർ ഞങ്ങൾക്ക് ബസ്സിന്റെ സൗകര്യം, നരിക്കൽ ബസ്സിന്റെ വാഹനമുള്ള സൗകര്യം ഉള്ളു. അന്നേരം ഇതേപോലുള്ള തോന്നിവാസങ്ങൾ ഈ റോഡിൽ ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ എങ്ങനെ ഈ പരിസരവാസികൾ ഇങ്ങനെ ഇവിടെ വസിച്ചു കൂടും? ഇതിലൂടെ കൂടെ നടന്നു പോകുന്ന സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കും പരിസരവാസികളെ ഞങ്ങൾക്കൊക്കെ ഇതിലെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നത്. ഇത്
അത് ആരാണ് ഇത് ചെയ്തെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം. വണ്ടി ആളുകൊണ്ട് 3-4 ട്രിപ്പ് ഡെയിലി 10 ട്രിപ്പ് അടിക്കുന്നതിലെ കൂടെ ഓട്ടം വരുന്നതാണ്. വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഭയങ്കര സ്മെല്ല്. സ്ഥിരമായിട്ട് ഇവിടെ വേസ്റ്റ് കൊണ്ട് തട്ടുക. ജനങ്ങൾ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല. നരിക്കൽ ബസ്സിന് പോകാനായിട്ട് PDM കിലോട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ വളവ് മുതൽ അങ്ങ് താഴെ അറ്റം വരെ ഞാൻ കൊണ്ടിട്ടത് അന്യായമാണ്. ആര് കാണിക്കാനും അഹങ്കാരമാണ്, അതേ പറയാൻ പറ്റും. അല്ല എന്താ ചീത്ത പറഞ്ഞിട്ട് നടപടി പരാതി ഒന്നും കൊടുത്തില്ല. പരാതി ഇവിടെ പഞ്ചായത്ത് മെമ്പറോട് അറിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ അവരിപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ആരെ എപ്പോഴാണ് ഇടുന്നതെന്ന് അറിയാൻ പോകുകയാണെങ്കിൽ അഹങ്കാരന്മാർ കാണിക്കുന്ന ആരായാലും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 6ാം വാർഷികത്തിന്റെ നിറവിലാണ് പുനലൂർ മുഹൈദ്ദീൻ മദ്രസ. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് ഇക്കുറിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഖുദ്ബുൽ അഖ്ദബ് അഫ്സുൽ അലം സുൽത്താൻ മുഹൈദ്ദീൻ അബ്ദുൽ ഖാദിരി ജിലാനിയുടെ നാമധേയത്തിൽ സ്ഥാപിച്ചതാണ് പുനലൂർ മുഹൈദ്ദീൻ മദ്രസ. മദ്രസയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക കൊടിയേറ്റും നേർച്ചകളും ഞായറാഴ്ച വരെ നടക്കും. വെള്ളിയാഴ്ച രാത്രി 9-ന് മുഹൈദ്ദീൻ റാത്തീബ്, ശനിയാഴ്ച രാത്രി 9-ന് 70,000 ദിക്കർ എന്നിവയ്ക്ക് പുറമെ ഞായറാഴ്ച പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഖുർആൻ പാരായണവും തുടർന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ ദിക്കറും നടക്കും. വൈകിട്ട് 5 മണിക്കാണ് കൊടിയേറ്റ്. 5:30 മുതൽ 6 മണി വരെ പ്രത്യേക നേർച്ചയായ തബറുക്ക് വിതരണം നടക്കും. 7 മുതൽ 8 വരെ മൗലിദ് പാരായണവും രാത്രി 9 മണിക്ക് മുഹൈദ്ദീൻ റാത്തീബും നടക്കും. രാത്രി 10 മണിക്ക് അന്നദാനവും ഉണ്ടാകും. പുനലൂർ മുഹൈദ്ദീൻ മദ്രസയുടെ 60ാം വാർഷികവും കൊടിയേറ്റും ഈ വരുന്ന 31 ഞായറാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം 5 മണിക്ക് കൊടികയറ്റും. അതിനുശേഷം ഇശാഖ നമസ്കാരത്തിന് ശേഷം റാത്തീബ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം അനുബന്ധിച്ച് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് നിർമ്മാണ തൊഴിലാളിക്ക് പരിക്ക്. തകർന്നത് കുമരംകുടി വലിയ പച്ചപ്പാലം. ദേശീയപാതക്കരികിൽ ഭീഷണിയായി തണൽ മരങ്ങൾ. പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ പിറവന്തൂർ വാഴത്തോപ്പ് കടക്കാവൻ പ്രദേശങ്ങളിൽ ഏത് നിമിഷവും നിലം പതിക്കും വിധം മരങ്ങൾ ഭീഷണിയാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.